രാജ്യത്ത് നടുക്കിയ സംഭവമാണ് ഉത്തരാഖണ്ഡിൽ നടന്നത്. അവിടുത്തെ മിന്നൽ പ്രളയത്തിൽ 100 പേരെങ്കിലും കാണാതായിട്ടുണ്ടെന്ന രീതിയിലുള്ള വാർത്ത വരുന്നു. 9 സൈനികരെയും കാണാതായി എന്നാണ് വിവരം. ഉത്തരാഖണ്ഡിൽ നമ്മുടെ വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. വാർത്താ സംഘത്തിൻ്റെ മേധാവി ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥയെക്കുറിച്ച് ആദ്യം ഒന്ന് പറയണം. ഉത്തരാഖണ്ഡിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രക്ഷാദൗത്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? SDRF അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു, വിവരമുണ്ടല്ലോ. അവർക്ക് ഈ NH-ലൂടെ കടന്നു പോകാൻ കഴിഞ്ഞോ? SKN ഉത്തരാഖണ്ഡിൽ ഇന്നും റെഡ് അലർട്ട് ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഒരു മിനിറ്റ് പോലും ഇന്നലെ രാവിലെ മുതൽ ഇവിടെ മഴ ഒഴിവുണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അത് ഇടയ്ക്ക് കൂടുതൽ ശക്തമാകുന്നുണ്ട് മഴ. ഇതിനെ തുടർന്ന് പലയിടങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ദേശീയപാത 34-ന്റെ ദൃശ്യങ്ങളാണ്. ഈ ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. റോഡ് തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പോലും പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നമുക്ക് അല്പസമയം മുമ്പ് ഈ റോഡിൽ തന്നെ ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ 20ഓളം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡൽഹിയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ഇത് ദേശീയപാതയായതുകൊണ്ട് തന്നെ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലും മറ്റും ഉണ്ടായി. അതിലൂടെ വെള്ളവും മണ്ണും അതിശക്തമായി റോഡിൽ വീണ്ടും വന്ന് നിറയുന്ന സാഹചര്യമാണ്. ഇത് ഇവർക്ക്, ഈ രക്ഷാപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് ദരൗലിയിലേക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മഴ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ദുരന്ത നിവാരണ സംഘത്തിലെ 300 പേരെയും സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇവരിലും പകുതിയോളം പേർക്ക് ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരാഖണ്ഡിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, അത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സൈന്യത്തിൻ്റെയും ഉദ്യോഗസ്ഥരെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചവർക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതേസമയം പ്രദേശത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ 100-ലേറെ പേർ ഇപ്പോഴും കാണാതായിരിക്കുന്നു, കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കാരണം ദുരന്തമുണ്ടായി ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നത്. കണക്കെടുപ്പും മറ്റും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 50ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോകുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ അതിൽ ഹോട്ടലുകളും വീടുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഹോട്ടലുകളിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ എത്ര പേർ എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചിത്രം പോലും ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 4 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലും വലിയ കണക്കുകളാണ് പുറത്തു വരാനുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. ശക്തമായ ശ്രമങ്ങൾ ഈ ബാക്കിയുള്ള കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥയിൽ അതൊന്നും മതിയാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിൽ മണ്ണിടിച്ചിൽ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ ശക്തമായ മഴയും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. ഏതാണ്ട് 12ഓളം സൈനികരെയും കാണാതായിട്ടുണ്ട്. ഈ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തെയും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. സൈന്യം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അതിശക്തമായി മഴ ഓരോ ഇടയ്ക്കിടയ്ക്ക് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കി കൊണ്ടിരിക്കുന്നത്. ഈ മറ്റ് രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പരിഗണിക്കുന്നുണ്ട്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും തയ്യാറെടുപ്പുകളും നൽകി കഴിഞ്ഞു. ചണ്ഡീഗഡും ഒപ്പം തന്നെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളവും കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. എന്നാൽ ഇത്രത്തോളം പ്രതികൂലമായ കാലാവസ്ഥ, SKN മഴ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മൂടൽമഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഹെലികോപ്റ്ററിലുള്ള രക്ഷാപ്രവർത്തനം പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. എന്തായാലും കൂടുതൽ പേർ ഇപ്പോൾ റോഡ് ക്ലിയർ ചെയ്ത് അവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റോഡ് തകർന്നു പോയ സാഹചര്യം പോലും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. എങ്കിൽ പോലും ഈ രക്ഷാപ്രവർത്തകർ, അവിടെ എത്തിച്ചേർന്ന രക്ഷാപ്രവർത്തകർ ഊർജിതമായി തന്നെ ദൗത്യം തുടരുകയാണ്. ഏതാണ്ട് 200ഓളം പേരെ
ഇതിനകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇനിയും ഒട്ടേറെ പേർ, കണക്കുകൾ അനുസരിച്ച് 100ഓളം പേർ എന്നുള്ളതാണ് എങ്കിൽ പോലും അതിൻ്റെ ഇരട്ടിയോളം പേരെ കാണാതായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത്യന്തം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉത്തരാഖണ്ഡ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിൻ്റെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ബൽറാം നെടുങ്ങാടിയാണ് ഉത്തരാഖണ്ഡിൽ നമുക്കൊപ്പം ചേർന്നത്. നരേന്ദ്രനഗറിൽ നിന്നാണ് ബൽറാം റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരും. ഉത്തരകാശിയിലുണ്ടായ മഹാദുരന്തത്തിൽ നടുങ്ങി നിൽക്കുകയാണ് രാജ്യം. 100-ലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ അതിലും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ മഹാപ്രളയം കുത്തൊലിച്ച് വന്ന കെട്ടിടങ്ങൾക്കുമേൽ പതിക്കുകയായിരുന്നു. അതുകൊണ്ട് കെട്ടിടങ്ങളൊക്കെ ഒഴുകിപ്പോയി. ഈ വസ്തുക്കളുടെ അടിയിൽ മനുഷ്യർ പെട്ടുപോയി. 9 സൈനികരെയും കാണാതായി എന്നുള്ള വാർത്തയും നമ്മളെ നടുക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.